ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മളിതാ ഇപ്പം ടൈം ഏകദേശം 4:30 ആവാറായി. ദൂരെ ഒരു യാത്ര പോവുകയാണ്. എവിടെയെന്ന് വെച്ചാൽ മൂന്നാറിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഒരു 3-4 ദിവസത്തെ ട്രിപ്പാണ്. നല്ല കുറേ കിടിലം കാഴ്ചകളും പിന്നെ മറ്റൊരു സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മൂന്നാർ എത്തിയിട്ട് കാണിച്ചു തരാം. സോ അങ്ങനത്തെ ഒരു കിടിലൊരു യാത്ര വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നു. സോ നമ്മൾ ലഗേജൊക്കെ ഇവിടെ പാക്ക് ചെയ്തു സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ബൈക്കിലല്ല കാറിലാണ് പോകുന്നത്. ബൈക്കിൽ പോകുന്ന വീഡിയോ ഉടൻ വരുന്നതിന്. സോ നമുക്കിന്ന് കാറിൽ മൂന്നാറിലോട്ട് പോകാം. നല്ല സീനിക് വ്യൂസ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു കിടിലം വ്ളോഗായിരിക്കും ഗൈസ്. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. റാണി റെസ്റ്റോറൻ്റ് എന്നാണ്. ഇത് എവിടെയാണ് സ്ഥലം? ഇവിടെ സ്ഥലം അറിയാവോ? മുണ്ടക്കയത്തുള്ള റാണി റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. ഞാൻ കാണിച്ചത് അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ്റ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ബസ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് ബസ്സുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഓടിയിട്ട് ഇതാണ് റെസ്റ്റോറൻറ്റ്. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ സ്ഥിരം ഇവിടെയാണ് കയറുന്നത് ഈ ഒരു റൂട്ട് പോകുമ്പോൾ. സോ ഇന്ന് നമ്മുടെ ട്രിപ്പിന് അരവിന്ദ് ഉണ്ട് ബ്രോ. ഇപ്പം നമുക്ക് അകത്തോട്ട് ഇറങ്ങാം ഗൈസ്. ഇന്ന് ഇവിടെ ഹോട്ടലിൽ ഭയങ്കര തിരക്കാണ്. നിങ്ങൾ ബാക്കിൽ കണ്ടോ? ഒത്തിരി ബസ്സുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. നമുക്ക് സീറ്റ് കിട്ടി, കുഴപ്പമില്ല. ഫുഡ് ഓർഡർ ചെയ്യാം. സോ ഗൈസ് നമ്മളിങ്ങനെ റാണി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കൊള്ളാം, പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കുണ്ട്. ഇന്ന് 2-3 ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്, ടൂറിസ്റ്റ് ബസ്സുകൾ. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ മൂന്നാറിൽ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയായിരുന്നു. ഇവിടെ ഒരു കട കണ്ടായിരുന്നു, മഞ്ജൂസ് ഫുഡ്സ് എന്ന് പറയുന്ന. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഗാർഡൻ പോലത്തെ സംഭവം ഉണ്ട്. സോ ഇവിടെ കുറേ അച്ചാറൊക്കെ കണ്ടായിരുന്നു. ഈ അച്ചാറും അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. ഇവിടെ തേനുണ്ട്, കാട്ടുതേൻ, പിന്നെ ചില്ലി പൗഡർ, അങ്ങനെ അകത്ത് കുറച്ച് അച്ചാറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ കുറേ ചെടികളുണ്ട്. മഞ്ജൂസ് ഫാം, ഇത് രണ്ടും ഒരേ സ്ഥാപനമാണ് കേട്ടോ. അരവിന്ദ് ഇവിടെ ചിപ്സ് കഴിക്കുക. അരവിന്ദേ ഇങ്ങോട്ടാ കൊള്ളാം. നമുക്കിവിടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയെടുത്ത് ഒരു കഫേ ഉണ്ട്, അത് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ. വിളിച്ചാ മതി. ഗാർഡൻ കഫേ ഇല്ലേ നമ്മൾ കൊച്ചിയിലുള്ള പോലത്തെ? എന്റെ പേര് അഖിൽ എന്നാണ്. ചാനലിന്റെ പേര് ലിമിറ്റ്ലെസ് മല്ലു എന്നാ. ലിമിറ്റ്ലെസ് മല്ലു. ഇവിടെ ഒരു പിന്നെ അക്വേറിയം വരും. അവിടെ 1-2 മൊയിലുകളൊക്കെ ഉണ്ട്. എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവിടെ. ആണോ? ബാലരാമപുരത്താ. എന്നാലും പട്ടം അല്ല, ജോലി ചെയ്തായിരുന്നു. അതെ, പാളയം നമ്മുടെ വീട്ടിന്റെ അടുത്ത്. ഒരു 10-15 മിനിറ്റ്. അതെ അതെ. ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ട്രിപ്പ് പോകുമ്പോ ആരെങ്കിലും ഒക്കെ കാണും. ഇതെന്റെ ഫ്രണ്ടാണ്, അത് ചേട്ടനും ചേച്ചി കാറില്ല. മൂന്നാർ പോവുക. ഞാൻ അങ്ങനെ പേയ്മെന്റ് എടുക്കാറില്ല. ഞാൻ യൂട്യൂബ് അല്ല മെയിൻ, ഞാൻ IT ഫീൽഡാണ്. നമ്മളെല്ലാരും ഞാനപ്പോ ഹോബിക്ക് വേണ്ടിയാണ് ചെയ്തത്. ഞാൻ അങ്ങനെ പേയ്മെന്റ് ആരും വാങ്ങിക്കാറില്ല. കൊള്ളാബാണല്ലോ ജസ്റ്റ്.
സോ ഗൈസ്, ഇവിടെ നമുക്കൊരു കഫേ വരുന്നുണ്ട്, ഗാർഡൻ കഫേയാണ്. നിങ്ങൾ കൊച്ചിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗാർഡനും ഉണ്ടാവും, അതുപോലെ തന്നെ ഈ സൈഡിൽ കഫേ ഉണ്ടാവും. അതിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴത്തേക്കായിരിക്കും ഓപ്പൺ ആവുന്നത്? 1 മാസം. ഓക്കെ, 1-2 മാസത്തിനകത്ത് ഓപ്പൺ ആവും. സോ നല്ല കിടില ഒരു ഏരിയ ആയിരിക്കും. ഇവിടെ ക്ലൈമറ്റ് എപ്പോഴാണ് അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങുന്നത്? നവംബർ സെറ്റാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ, സ്ഥിരം മൂന്നാറിൽ വരാറുണ്ട്. ഇനിയിപ്പോ നമ്മള് അടുത്ത മാസം ബൈക്കിൽ വരെ ഇരിക്കുക. വരാം എന്തായാലും. വരാം. അതെ അതെ, ഇത് തന്നെ. പോയാൽ നമ്മൾ അവിടുത്തെ ഒരു റിസോർട്ട് എടുത്തിരിക്കും, ഗ്യാപ്പ് റോഡിന്റെ അടുത്ത്, ചിന്നക്കനാൽ എന്ന് പറയും, സിയന്ന വില്ലേജ് എന്ന് പറയും. ചിന്നക്കനാല്. ഇപ്പൊ റെഡി ആകുമ്പോ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ശരി, താങ്ക് യു. അയ്യോ വേണ്ട, നീ ഇറക്കും. എനിക്ക് വേണം ചേച്ചി, ഉപ്പ് മാത്രം മതിയേ, ഉപ്പ് മാത്രം. എനിക്ക് സോഡ വേണം. അമ്മിക്കുട്ടി ഇവിടെ ഇരിക്കുന്ന അമ്മിക്കുട്ടി ഇവിടെ അച്ചാർ വെച്ചോടാ. ചിപ്സ് കഴിച്ചാണ്. ഇവിടെ ഒത്തിരി അച്ചാർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചക്കപ്പൊടി, അച്ചാറ്, നല്ല മണ്ണുണ്ട്. അമ്മിക്കുട്ടി തന്നെ വേണോ? അരവിന്ദേ, നമ്മളെ ട്രിപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ട്രിപ്പ് ഓണേ വരുന്നേ ഉള്ളൂ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ഓണായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സർപ്രൈസ് ഉണ്ട്, അത് നമ്മൾ മൂന്നാർ എത്തി നല്ല സീനിക് വ്യൂ വരുമ്പോ നമ്മൾ ആ സാധനത്തിന് പുറത്തെടുക്കും. നിനക്കറിയാം, നമ്മൾ അവിടെ വെച്ചിട്ട് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഈ സ്ഥലം കൊള്ളാം കേട്ടോ, ബാക്കിൽ കാണുന്ന അവിടെ ഒരു കഫേ ഒക്കെ വരുന്നുണ്ട്, ഗാർഡൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ട്. ഞാൻ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് ടാഗ് ചെയ്തേക്കാം, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് കണ്ടു. കിട്ടില്ല അച്ചാറും ചിപ്സ് ഒക്കെ ഉണ്ട്. കിടില സർവീസ് ആണ്. ചിപ്സ് ഒക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ, ട്രിവാൻഡ്രം ഒക്കെ വെച്ച് നോക്കണമെങ്കിൽ ഭയങ്കര റേറ്റ് കുറവാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചലിക്കാൻ പതുക്കാം. നമുക്ക് ഇനി മൂന്നാർ ഇവിടുന്ന് ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് എടുക്കുള്ളൂ എന്നാ പറയുന്നത്. പോയി നോക്കാം. ഗൈസ്, അപ്പം നമ്മൾ മൂന്നാർ ഏകദേശം എത്താറായി. നമ്മളിപ്പോൾ ആനയിറങ്ങൽ ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ 10-15 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ റിസോർട്ടിലെത്തും. അപ്പം ഇത് നല്ലൊരു സീനിക് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഞാൻ കാണിച്ചത്. ഓക്കെ ഗൈസ്, ഇതാണ് ആനയിറങ്ങൽ ഡാമിൻ്റെ ഏരിയ. ഇതൊരു വ്യൂ പോയിന്റ് ആണെന്ന് പറയാം, കാരണം ഒത്തിരി ആൾക്കാർ ഇവിടെ വണ്ടി നിർത്താറുണ്ട്. അവിടെ ഒരു ചെറിയ കടയുണ്ട്, മാഗി നൂഡിൽസ് ഒക്കെ കിട്ടുന്ന. സോ ഇതാണ് ആനയിറങ്ങൽ ഡാം. സോ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്തൊരു സർപ്രൈസ് പറഞ്ഞിട്ടില്ലായിരുന്നോ? അതാണ് ഈ ബാഗിലുള്ളത് ഗൈസ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ DJIയുടെ 4K മിനി 4K എന്ന് പറയുന്ന ഡ്രോൺ മേടിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ചാനലിൽ കുറേ ഡ്രോൺ ഷോട്ട്സുകൾ വരുന്നതായിരിക്കും. സോ നമ്മൾ ആദ്യമായിട്ട് ഡ്രോണ് മൂന്നാറിൽ വെച്ചാണ് ഫ്ലൈ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഷോട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ഷോട്ടായിരിക്കും നിങ്ങൾ ഏരിയൽ വ്യൂവിൽ കാണാൻ പോകുന്നത്. സോ നമുക്കിത് ഫ്ലൈ ചെയ്യിപ്പിക്കാം.
ഡ്രോണിന്റെ ഷോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി നമ്മൾ കുറച്ച് നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. സോ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ചൂട് നൂഡിൽസ്. കൊള്ളില്ലേ? ഇവിടെ നിങ്ങൾ കഴിച്ചു നോക്കണ്ടേ? എല്ലാ ദിവസമൊക്കെ ഇതെവിടെ ഒന്ന് കഴിക്കണം.